ഇന്ന് നമുക്കൊരു ഫുൾ ചിക്കൻ വറുത്തെടുക്കാനായിട്ട് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മെയിൻ സാധനങ്ങളാണ് ഇഞ്ചി, നാരങ്ങ, പിന്നീട് സവാള, കറിവേപ്പില, തക്കാളി, വെളുത്തുള്ളി എന്നിവയാണ് വേണ്ടത്. ഇത് കഴിഞ്ഞും ആവശ്യമുള്ള സാധനങ്ങളുണ്ട്, അത് നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പം നമുക്ക് ചിക്കനൊക്കെ ഒന്ന് കഴുകി അതിനകത്ത് കൊഴുപ്പും ആവശ്യമില്ലാത്ത വേസ്റ്റ് സാധനങ്ങളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ചിക്കൻ വൃത്തിയാക്കി കഴിഞ്ഞ് അതിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വരഞ്ഞ് വെക്കാം. നെഞ്ചിൻ്റെ ഭാഗവും കാലും പുറവശമൊക്കെ നല്ലവണ്ണം വരഞ്ഞ് വെക്കണം. ഇനി നമുക്ക് ചേർക്കേണ്ട മറ്റ് മസാലകൾ നോക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, വറ്റൽമുളക് പൊടിച്ചെടുത്തത്, പിന്നെ ഈ പേസ്റ്റ് എന്ന് പറയുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, സവാള, കുരുമുളക്, പച്ചക്കുരുമുളക്, തക്കാളിക്ക, ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തതാണ്. പിന്നെ ചിക്കൻ മസാല, മുളക് പൊടി, ശകലം തൈര്, പിന്നെ നമ്മുടെ ചോളത്തിൻ്റെ പൊടി. ഇനി നമുക്ക് ചിക്കൻ വറക്കാനുള്ളതെല്ലാം നമുക്കൊന്ന് മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. 3-4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2-3 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചക്കുരുമുളക്, തക്കാളിക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പേസ്റ്റ് കൂടെ ഇട്ട് ഇതെല്ലാം കൂടെയാണ് നമ്മൾ ആദ്യം മിക്സ് ചെയ്യേണ്ടത്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 2-3 നുള്ള് മഞ്ഞൾപ്പൊടി, അധികമാകരുത്, 2-3 നുള്ള് മഞ്ഞൾപ്പൊടിയും, പിന്നീട് ചോളത്തിൻ്റെ പൊടി, ചോളപ്പൊടിയും കൂടെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം. അതിനുശേഷം നല്ല ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ തൈരും കൂടെ മിക്സ് ചെയ്ത് എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളക് നമ്മൾ പൊടിച്ചെടുത്തത്, തരിയായിട്ട് പൊടിച്ചെടുത്തും കൂടെ ചേർക്കുക. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത്രയും മിക്സ് ചെയ്ത ശേഷം ഒരു നാരങ്ങ മുറിച്ച് ആ നാരങ്ങ നീരും കൂടി ഇതിനകത്തോട്ട് ചേർത്തിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. നമുക്ക് ഈ മസാല എല്ലാം കൂടെ നമ്മുടെ കോഴിയിലോട്ട് അപ്ലൈ ചെയ്യാം. ആ വരഞ്ഞ ഭാഗത്തൊക്കെ നല്ലോണം പുരട്ടുക. ഒരു 8 മണിക്കൂറെങ്കിലും കുറഞ്ഞത് മസാല പിടിക്കാനായിട്ട് നമുക്ക് വെക്കാം. കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും വെക്കുക. അതായിരിക്കും നല്ലോണം മസാല പിടിക്കാനൊക്കെ നല്ലതായിരിക്കും. അപ്പം മസാലയൊക്കെ പിടിച്ചതിന് ശേഷം നമുക്കിത് എണ്ണയ്ക്കകത്തോട്ടിട്ട് പൊരിച്ചെടുക്കാം.
അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ആയി സൂപ്പറായിട്ടുണ്ട്, മസാലയൊക്കെ പിടിച്ച് അടിപൊളി ചിക്കനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് ചെയ്ത ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.